ഫോർട്ട് കൊച്ചിയിലാണ്. ഇത് പബ്ലിഷ് ചെയ്ത പണിപ്പാലും വെൽക്കം ബാക്ക് ടു MT Tech. അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ കല്യാണത്തിനൊക്കെ പോകുന്നതിന് ഇത്ര പറയാനുള്ളത്? നമ്മൾ ഒരു 1.5 ദിവസത്തെ പരിചയത്തിന്റെ പുറത്ത് ആരെന്നോ എന്തെന്നോ എനിക്കാണെങ്കിൽ പേര് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു കല്യാണത്തിന് നമ്മൾ ടിക്കറ്റും ബുക്ക് ചെയ്ത് ബാഗ് പാക്കേജിലേക്ക് പോവാണ്. ഈ യാത്രയിൽ ഞാൻ മാത്രമല്ല, മിഥുനുണ്ട്, സഞ്ജു ഉണ്ട്, അനു ഉണ്ട്, അങ്ങനെ നമ്മൾ 4 പേരും ഉണ്ട്. അപ്പൊ ഈ കല്യാണത്തിന് പോകുന്നതിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഫ്ലാഷ് ബാക്ക് കണ്ടാലോ? അങ്ങനെ നമ്മുടെ ഡൽഹി മണാലി ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഏപ്രിൽ മാസം ഡൽഹി നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് സെക്കൻഡ് AC-ലാണ് പോയത്. അപ്പോൾ തിരിച്ച് നമ്മൾ കുറച്ച് ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തേർഡ് AC-ലാണ് പോകുന്നത്. അതും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ടയേർഡായിട്ട് നമ്മൾ യാത്രയൊക്കെ ചെയ്തിട്ട് കുറച്ച് കയറുന്ന സമയത്ത് കുറച്ച് തിരക്കുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ടയേർഡ് ആയതുകൊണ്ട് മിണ്ടാണ്ടിരുന്ന സമയത്താണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു പാട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു മലയാളി ടീം ഇതിൻ്റെ അകത്തുണ്ട്, ഇവിടെ കുറേ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ സഞ്ജുവും ഇതും കൂടെ അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത് ഗ്രീഷ്മേച്ചി സന്ദീപേട്ടനുമാണ്. അപ്പോൾ ഗ്രീഷ്മേച്ചി നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടി വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അവരവരുടെ കൂടെ ചീട്ട് കളിക്കാനൊക്കെ പോയി ഒരു എന്റർടൈൻമെന്റ്, അങ്ങനെ ഒരു വൈബ് അവിടെ സെറ്റായി. സാധാരണ നമ്മള് ടൂറൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്നത് കുറച്ച് ബോറിംഗ് ആയിരിക്കൂലേ? നമ്മൾ അങ്ങനെ ബോറിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചു വന്ന സമയത്താണ് കുറച്ച് വൈബായിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യം പരിചയപ്പെടുന്നത് ഞങ്ങളുടെ ടീമിലെ ആശാനാണ്. ഞങ്ങളുടെ ടീമിന്റെ ആശാനാണ്, ഒരു അധ്യാപകൻ കൂടിയാണ്. ആദ്യം പരിചയപ്പെടുന്നത് എന്റെ പേര് ലെനി, ഞാൻ കുന്നൂർക്കുന്നാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോ 1-ാം തീയതി ഭൂമിയുടെ ഓരോ മുക്കും ഇപ്പൊ ഗൂഗിൾ മാപ്പിലുണ്ട്. അവനെ അറിയണ്ട. അപ്പോ ഞങ്ങള് 1-ാം തീയതിയാണ് വന്നത്. അതുപോലെ തന്നെ നമ്മള് തിരിച്ചു പോവാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പറയും. അധ്യാപകനാണ്. EPIUP സ്കൂൾ കൊണ്ടൂർക്കുന്ന്. ഓ, എല്ലാവരും കാണും. എന്റെ പേര് രഞ്ജിത്ത്, കുഞ്ഞെന്ന് വിളിക്കൂ. ഞാന് ട്രിവാൻഡ്രത്ത് വർക്കല ക്ലിഫിലാണ്. എന്റെ വീട് പാലക്കാട് ചെറുപ്പശ്ശേരി. സച്ചിദാനന്ദൻ, സച്ചു എന്നാണ് എല്ലാരും വിളിക്കുക. ചെറുപ്പശ്ശേരി പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ചെറുപ്പശ്ശേരിക്കാരാണ്. ഇതിലെ ടൂറ് വളരെ നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോ ട്രെയിനിൽ കയറിയിട്ട് നിങ്ങളെ കൂടി കണ്ടപ്പോഴാണ് ഞങ്ങൾ ടൂറ് അവിടെ നല്ല രീതിയിൽ അവസാനിച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. സ്വന്തമായിട്ട് ബൈക്കുള്ള ആളാണ്. എന്റെ പേര് അജയ് എന്നാണ്, മടങ്ങാണ്. ഞങ്ങൾ മുന്നേ ഇതേപോലെ ഒരുപാട് ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രക്ക് ദിവസം കൂടിയ ഒരു ടൂറും അതേപോലെ ഇത്ര ലോങ് ആയിട്ടുള്ള ഒരു ടൂർ ആദ്യമായിട്ടാണ്. അപ്പൊ ട്രിപ്പ് എന്തായാലും എൻജോയ് ചെയ്തു. ഞാൻ ചെറുപ്പശ്ശേരി സർവീസ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്വന്തം സഹകരണ ബാങ്ക് അത്ര തള്ളാലെന്ന് അറിയില്ല. അതുകൊണ്ട് ഓക്കെ അടുത്തതായി സിപ്പളേന് കൊടുക്കണം. ട്രെയിൻ യാത്ര ഞങ്ങൾ പരിചയപ്പെട്ട ആളാണ് വിന്റേജ് ദീപു. അവന് ഞങ്ങൾ കൊടുക്കാതെ അതിന്റെ പാന്റൊക്കെ ഉണ്ടല്ലേ നിങ്ങള്? വിന്റേജ് ഡ്രസ് ആണോ? നമസ്കാരം, ഞാൻ ദീപുവാണ്. ഹലോ, ഞാൻ ദീപുവാണ്. ഞാൻ ചേച്ചിനെ കാണാൻ വേണ്ടി ഡൽഹിയിലോട്ട് വന്നതാണ്. തിരിച്ചു വരുമ്പോഴാണ് ഇവരെ കണ്ടത്. ഇവരെ കണ്ടപ്പോ അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷയിലാകുന്ന ആൾക്കാരൊക്കെ കിട്ടുന്നത്. എന്റെ പേര് ഷിബിൻ, വീട് ചെറുപ്പശ്ശേരി. ഭക്ഷണം ശരിയായിട്ടില്ല ഒരാഴ്ചയായിട്ട്, അതാണ് ഇവിടെ പറയാനുള്ളത്. മോമോസ് നൂഡിൽസ് ഒക്കെയാണ് കഴിച്ചിരുന്നത്. അത്രേ ഉള്ളൂ. മണാലി അടിപൊളിയല്ലേ? മണാലി ഈ ഒന്നാമത് ചൂടാണല്ലോ. ആ ചൂടിൽ നിന്ന് ആശ്വാസം നേടാൻ വേണ്ടി ഞങ്ങൾ മണാലിയും കൂടി സെലക്ട് ചെയ്തത്. കാരണം പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇംഗ്ലണ്ടിനെ വന്നായി തോന്നിയത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. കാരണം നല്ല തണുപ്പാണല്ലോ, നല്ല തണുപ്പാവുകൊണ്ട് തിരിച്ച് ഞങ്ങള്. മനോജ് മാമൻ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ആണ് സ്വദേശം. നിലമ്പൂർ എടക്കര.
കാശ്മീരിലേക്ക് പോയിട്ട് വരികയാണ്. കാശ്മീരായിരുന്നു ഞങ്ങള്. ഞങ്ങൾ ഒറ്റക്കാണ്. എന്റെ ബാക്കി 15 പേര് ഒറ്റ ടീമിൽ. ഞാൻ ഗുരുസ്വാമി വേസിൽ കയറി, ബാക്കിയുള്ളവർ അപ്പുറത്തുണ്ട്. ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ഇങ്ങനെ ഒരു മലയാളികളെ കിട്ടിയിട്ട് അങ്ങോട്ട് തീരെ ബോറടിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ എല്ലാരും ഒരു സെറ്റായി കിട്ടി, ഒന്ന് എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു അനുഭവം ഉണ്ടായി. നന്ദി. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ എൻ്റെ വീട് വെച്ച കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ലയിൽ. അപ്പം ലീവിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് ഒരു ടീമിനെ കിട്ടിയേ. കയറുമ്പോൾ വിചാരിച്ചെന്നാന്ന് ചോദിച്ചാൽ 2 ദിവസം അങ്ങനെ ചെലവഴിക്കുന്നു. ഇപ്പം അങ്ങനെ ടൈം 2 ദിവസം പെട്ടെന്ന് പോവല്ലോ എന്നല്ലേ കണക്കായി പോയി. ഇത്രയും നേരം നല്ല എൻജോയ്മെന്റ് ആണ്. പാട്ട് പാടിയിട്ടും ഇവർ ചീട്ടുകളി അതൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. എൻ്റെ പേര് അശ്വിൻ. കൊച്ചിയിലാണ്, ഫോർട്ട് കൊച്ചിയിലാണ് വീട്. ഫോർട്ട് കൊച്ചിയിലാണ്. ഇത് പബ്ലിഷ് ചെയ്ത പണി പാലും വെള്ളത്തിൽ. ഞാൻ ഡൽഹിയിൽ ചുമ്മാ കറങ്ങിയതാണ്. വീട്ടില് ഞാൻ പറഞ്ഞു ഇപ്പൊ വരാം. ഞാൻ ബാഗും പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങിയതാണ്. ഇറങ്ങി എന്തോ. എൻ്റെ പേര് സുദീപ് കുമാർ. ഞാൻ എൻ്റെ ഭാര്യ ഗ്രീഷ്മ, അതേപോലെ തന്നെ മകൻ നവദീപ്. ഞങ്ങള് വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വയനാട്ടിലെ ബോർഡർ ഏരിയ ആയ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് താളൂരിലെ എരുമാട്, പ്രോപ്പർ തമിഴ്നാട് നീലഗിരിയിലാണ് വീട്. ജോലി ചെയ്യുന്നത് വയനാട്ടിലെ വടുവഞ്ചാൽ സ്കൂളിലാണ്. അന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ്. ആദ്യം തന്നെ ഇവിടെയുള്ള കുറെ യൂട്യൂബേഴ്സിനെ കണ്ടു, അവരുമായിട്ട് പരിചയപ്പെട്ടു. നല്ലൊരു ഫാമിലി, നല്ല ട്രിപ്പ്, അവരെ സംസാരിച്ചു. പിന്നെയാണ് ഇങ്ങനെ മണ്ണാർക്കാട്, അതേപോലെ തന്നെ ചെർപ്പളശ്ശേരി എന്നൊക്കെയുള്ള കുറെ ടീമിനെ കണ്ടത്. അവരെ പാട്ടിലൊക്കെ ഏതായാലും യാത്ര. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരുപാട് വർഷം പരിചയമുള്ളവരെ പോലെ എല്ലാരും ഫോണൊക്കെ മാറ്റിവെച്ച് ശരിക്കും പണ്ടത്തെ പോലെ നമ്മൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് നമുക്ക് വിശന്ന്. അപ്പൊ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന അണ്ട ബിരിയാണി നല്ല സൂപ്പറായിട്ട് വായിൽ വയ്ക്കാൻ കൊള്ളൂലായിരുന്നു. പിന്നെ വേറെ വഴിയില്ലല്ലോ, നമുക്ക് കിട്ടുന്നത് കഴിക്കാൻ മാത്രമേ വഴിയുള്ളൂ. പിന്നെ നമ്മൾ പഴയതുപോലെ ബാക്ക് ടു നൈറ്റ് ആയ സമയം നമ്മൾ ഫുള്ള് ചാർജ് ആയി. ഇതിന് ചില നിയമങ്ങളും ചട്ടങ്ങളുണ്ട്. അതാദ്യം പറയാം. ആർക്കറിയില്ല. അങ്ങനെ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു. നമ്മൾ ഭയങ്കര സൗണ്ടിൽ പാട്ട് പാടി, പിന്നെ കുറെ സിനിമ പേര് പറഞ്ഞിട്ട് നമ്മൾ കുറെ ആക്ഷൻസ് പരിപാടികൾ കാണിച്ചു. ശരിക്കും നമ്മൾ ഈ വലിയ സൗണ്ടിൽ സംസാരിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നതായിട്ട് ആ ബോഗിലുള്ള കുറെ മലയാളീസ് നമ്മളോട് ജോയിൻ ചെയ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു നമുക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് വൈഡായിട്ട് ശരിക്കും നമുക്ക് ആ സ്പേസ് പോരാന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് നമ്മളത് എൻജോയ് ചെയ്തു. അതും കുറച്ച് സമയത്തിനുള്ളിൽ കണ്ട ആൾക്കാർ നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയി. ആ സമയത്ത് കാസർഗോഡ് എത്താറായപ്പോൾ നമ്മുടെ ഹരിബ്രോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നു മനസ്സിലായപ്പോൾ നമ്മൾ ഈ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കാസർഗോഡ് എത്തിയപ്പോൾ നമ്മുടെ ഹരിബ്രോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങേണ്ട സമയമായി തുടങ്ങി. ഇപ്പോൾ നല്ല രാത്രി ആയപ്പോൾ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മളെ എത്തേണ്ട സ്ഥലം എത്തിയിട്ട് ഇറങ്ങണോ വേണ്ടേ എന്നൊക്കെ തോന്നി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച് ഇറങ്ങാൻ തോന്നാത്തൊരു യാത്രയായിരുന്നു. അങ്ങനെ ഈ യാത്രയിലൂടെയാണ് നമുക്ക് ഇത്രയും വലിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടായി നമ്മളിത് ആ കല്യാണത്തിലേക്ക് പോകാൻ പോകുന്നത്.
നമ്മളിതിപ്പോൾ സച്ചുവിൻ്റെ വീട്ടിലെത്തി. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. സച്ചുവിനെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട് പരിചയമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് ഇവിടെ സച്ചുവിൻ്റെ വീട്ടിലിവിടെ ആരുമില്ല. അപ്പോൾ നമുക്ക് തന്നെയാണ് ഫുൾ വീട് തന്നിട്ടുള്ളത്. എന്നിട്ട് വണ്ടിയൊക്കെ സെറ്റാക്കി നമ്മൾ നൈറ്റ് ഫുഡ് മസ്റ്റ് ആണല്ലോ, നമ്മളെല്ലാ വീഡിയോയിലും ഫുഡ് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനി നാളെ മോർണിംഗ് ആണ് നമ്മളന്ന് ഫ്രഷ് ആയിട്ട് മാരേജിന് റെഡിയായി പോകുന്നത്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine.